എല്ലാവർക്കും നമസ്കാരം. നമ്മള് വിജയദശമി ദിനത്തിലെ മൂകാംബി അമ്പലത്തിന്റെ പരിസരത്തുനിന്ന് നമ്മള് ഓട്ടുപാത്രങ്ങളുടെയൊക്കെ ക്ലാവ് കളയണ ഒരു പൊടി മേടിച്ചിട്ടുണ്ടായി. അതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് ആ പൊടി വെച്ചിട്ട് ഓട്ടുപാത്രങ്ങളുടെ ക്ലാവ് ഒന്ന് പോവോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാട്ടോ. അപ്പം ഞാൻ ആ പൊടി ഒന്ന് വെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കാനാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളത് വെച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് ആ പൊടി ഒന്ന് മുക്കിയിട്ട് ഇച്ചിരി തുടച്ച് നോക്കുക കേട്ടോ. സംഭവം വർക്കാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഓട്ടുപാത്രങ്ങളുടെ അല്ലെങ്കിൽ ഡെയിലി വെക്കുന്ന താമ്പാളം, വിളക്ക്, കിണ്ടി ഇതൊക്കെ ഡെയിലി ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ ഈ ക്ലാവ് പിടിക്കാനുള്ള സാധ്യത കുറവാട്ടോ. അപ്പം നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മളിത് ഒന്നില്ലെങ്കിൽ ചാരം ഉപയോഗിച്ച് തേക്കും. അല്ലാന്നുണ്ടെങ്കിൽ പുളി, ഉപ്പ്, വാളൻപുളി, ഉപ്പ് ഇത് വെച്ചിട്ട് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ചെമ്മിപ്പുളിയില്ലേ, ചെമ്മിപ്പുളി വെച്ചിട്ടും ആൾക്കാരിത് ഇങ്ങനെ മിനുസപ്പെടുത്തി എടുക്കാറുണ്ട്. അതൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വിളക്ക്, കിണ്ടി, താമ്പാളമൊക്കെ ക്ലാവ് കളഞ്ഞെടുക്കാമെന്നാണ് പറയണത് കേട്ടോ. അപ്പം ഞാനത് ചെയ്തിട്ടില്ല. വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് വർക്കാവണുണ്ട് കേട്ടോ ചെയ്ത് നോക്കിയിട്ട്. അത് ആ പൊടി വെച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ കോട്ടൺ വെച്ച് തുടയ്ക്കാനാണ് പറഞ്ഞത്. ഇത്രയും നമുക്ക് ക്ലാവ് പോയത് വിസിബിൾ ആവുന്നുണ്ട് കേട്ടോ. വിസിബിൾ ആവണുണ്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പം ഞാൻ ഒന്നും കൂടി മിനുസപ്പെടുത്താണ് കേട്ടോ. ഒന്നും കൂടി തേച്ച് അത്യാവശ്യം കുറച്ച് നാളായിട്ട് ഇത് ഞാൻ വിളക്കൊന്നും വീട്ടിൽ വെക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ നമുക്ക് കഷ്ടകാല സമയം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല എന്ന് പറയില്ലേ, അമ്പലത്തിൽ പോകാൻ തോന്നില്ല, ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നില്ല എന്ന് പറയില്ല. ഞാനും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ ഇത് മേടിച്ചത് ഡെയിലി ഇനി വീട്ടിൽ വിളക്ക് വെക്കണം എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് കേട്ടോ. അപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്തോരം ഇതിൻ്റെ ക്ലാവൊക്കെ പോയിട്ടുണ്ടെന്ന്. നമ്മൾ ആ തുണി നോക്കി അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ആ തുടയ്ക്കണ തുണിയില്ലേ, അതുമ്മ മൊത്തം ഇതിൻ്റെ ക്ലാവ് പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവേശം കൂടിയിട്ടോ. ഞാൻ ഒന്നും കൂടി വെളുപ്പിക്കണം എന്നുള്ള രീതിയിൽ പിന്നെയും തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പൊടിയിൽ ഡിപ്പ് ചെയ്ത തുണി കൊണ്ട്. ചേട്ടൻ പറഞ്ഞത് ഇതിന് ഒരു കവർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപ, 2 കവർ മേടിക്കുകയാണെങ്കിൽ 50 രൂപ കേട്ടോ. അപ്പം ഞാനും അതിനെയും കൂടി 2 കവർ മേടിച്ചു കേട്ടോ, 50 രൂപയ്ക്ക്. അപ്പം അതല്ലേ ലാഭം. ചേട്ടൻ പറഞ്ഞത് ഇത് 1 വർഷത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. എനിക്ക് തോന്നണില്ല കേട്ടോ, 1 വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും 1 മാസമൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിസിബിൾ ആവണില്ലേ? നല്ല തിളക്കമായിട്ടുണ്ട് ഇപ്പം. ഇതും മിനുസപ്പെടാതെ വിളക്കും കിണ്ടിയുടെയും കൂടി കളർ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം മനസ്സിലാവട്ടെ എന്തോരം ഇത് വർക്കായി എന്നുള്ളത്. കണ്ടോ തുണിയുടെ കളർ കണ്ടോ? അപ്പം നമുക്കിനി അതുപോലെ ചെറിയ കിണ്ടിയാട്ടോ ഞാൻ യൂസ് ചെയ്യണത്. വലിയ കിണ്ടിയൊന്നും ഡെയിലി നമുക്ക് തേക്കാനായിട്ട് വയ്യ. എന്താ പറയുക, മടി. ഇതാ ചെറുതാവുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പം അതുകൊണ്ട് ചെറിയ കിണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പം അതും ഞാൻ ആ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണ്ട കേട്ടോ. ഞാൻ വിചാരിച്ചത് നമ്മൾ ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ആകെ കറുത്ത് നാശമാവും. ഈ ക്ലാവൊക്കെ നമ്മുടെ കയ്യിന്മേലാവും. പിന്നെ അത് കളയാനായിട്ട് ഞാൻ കുറേ പാടുപെടേണ്ടി വരും എന്നൊക്കെയുണ്ട്. പക്ഷേ കയ്യിന്മേലൊന്നും ഒട്ടും ആയില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കാരണമാണ് നമ്മുടെ ടേബിളുമ്മ വെച്ച് ചെയ്യണ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ
ഞാനത് മുറ്റത്ത് വെച്ചോ, എറാത്ത് വെച്ചോ ഒക്കെ ചെയ്യുള്ളായിരുന്നു ട്ടോ. നിങ്ങളെയും കൂടി കാണിക്കണമെന്നൊരു ഇതുകൊണ്ടാണ് ഞാൻ ടേബിളുമ്മെ വെച്ച് തന്നെ ചെയ്യണേ ട്ടോ. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ്. കണ്ടോ കോട്ടൺ വെച്ച് ജസ്റ്റ് തുടച്ചെടുത്താൽ തന്നെ അതിൻ്റെ ഇത് കഴുകണേന് തുല്യമാണ് ട്ടോ. നമുക്ക് ആ തുണി തന്നെ വെച്ചിട്ട് വിളക്കും കൂടി ഒന്ന് ഇതാക്കിയെടുക്കാം ട്ടോ. എനിക്കിത് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ട്ടോ. കാരണം അത്രത്തോളം വർക്കായിട്ടുണ്ട് ഇത്. നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ എൻ്റെ വിളക്കും കിണ്ടിയും താമ്പോളമൊന്നും ഈ കോലത്തിലായിരുന്നില്ല. ഫൈനൽ റിസൾട്ട് എന്ന് പറയണത് കിടുവാണ് ട്ടോ. ഞാൻ എല്ലാം തേച്ചതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം ട്ടോ. ഇത് ഡെയിലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ല ട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് നാളായി അതായത് കഴിഞ്ഞ വർഷം ഒരു മലയ്ക്കൊക്കെ പോയിരുന്നു ട്ടോ. വീട്ടിൽ നിന്ന് ചേട്ടനും പിള്ളേരൊക്കെ മലയ്ക്ക് പോയിരുന്നു. അന്ന് ഡെയിലി വിളക്ക് വെക്കുമായിരുന്നു. അതൊക്കെ വെക്കണേൻ്റെ ഒരു ഐശ്വര്യം അത് വേറെ തന്നെയാണ് ട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും വൈകും 6:30 ആവും. പിന്നെ വന്ന് കുളിച്ച് വീടൊക്കെ തുടച്ച് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മ അതൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ അതിനുള്ള സമയം കഴിഞ്ഞു പോവും. വെക്കണമെങ്കിൽ നമ്മളൊരു 6:30 ആവുമ്പോൾ വിളക്ക് വെക്കണമല്ലോ. അപ്പം ഇനി അങ്ങോട്ട് ഡെയിലി വിളക്ക് വെക്കണം. അത് ഭഗവാൻ അത് മുടങ്ങാതെ സാധിച്ചു തരട്ടെ എന്ന് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും സംഭവം കിടുവായിരുന്നു ട്ടോ. എൻ്റെ വിളക്കും ഇതൊക്കെ അത്യാവശ്യം നല്ല അഴുക്കായിട്ട് തന്നെ ഇരിക്കണായിരുന്നു ട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പൊടി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്ടോ എല്ലാവരും. എല്ലാം ഒന്ന് ഓടിച്ചിട്ട് മിനുക്കിയിട്ടുണ്ട് ട്ടോ. ഞാൻ സമയമെടുത്ത് ചെയ്യണമെങ്കിൽ അതിലും കൂടുതൽ റിസൾട്ട് ഉണ്ടാവും ട്ടോ. കണ്ടോ നല്ല കിടുവായിട്ടില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നമ്മൾ ടൈമൊക്കെ എടുത്ത് ചെയ്യണമെങ്കിൽ ഇതിലും റിസൾട്ട് ഉണ്ടാവും ട്ടോ. നല്ല തിളക്കമില്ലേ ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.